ഇന്നലെ നമ്മുടെ കടയിൽ കഴിക്കാൻ വന്ന ഒരു സാറേട്ടാ മീൻകറി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അയിലക്കറിയാണെന്ന് പറയും. അയിലക്കറി മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന് അയിലക്കറിയാണ്, ചില ദിവസങ്ങളിൽ കേരയും ചൂരയും പിന്നെ വേറെ കറികളൊക്കെ വെക്കാറുണ്ട്, കൂടുതലായിട്ട് ഇവിടെ സാറേ അയിലക്കറിയാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഒരു ഇലക്കറി താന്നും പറഞ്ഞ് പുള്ളി കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. വൈകുന്നേരത്തേക്ക് ഞങ്ങൾക്ക് കുറച്ച് കേരക്കറി വെച്ചരോന്ന് ചോദിച്ചു. കുറച്ചെന്ന് പറഞ്ഞാൽ അതേപ്പുറത്തൊന്നുമല്ല കേട്ടോ, ഒരു 10 കേരക്കറി. അതിനെന്താ സാറേ ഞാൻ വെച്ചുതരാമല്ലോ എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ പുള്ളിക്കാരന് വേണ്ടിയിട്ട് വെച്ച കേരക്കറിയാണിത്. പുള്ളിക്കാരൻ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ടാകുന്ന മീനിൻ്റെ ആ സൈഡിൽ കറുത്ത ഭാഗം ഉണ്ടാവില്ല കേരക്ക്, അത് വേണ്ടാട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മീൻ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ബായ് ഒരു കറുത്ത ഭാഗം ഉണ്ടാവില്ലേ അതൊന്നും നമുക്ക് വേണ്ടട്ടാന്ന് പറഞ്ഞിട്ടാ. പക്ഷേ ആ ബായ് കേട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. 2 പീസിൽ കറുത്ത ഭാഗം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവനൊന്നും പറഞ്ഞൊന്നുമില്ല, ഞാൻ തന്നെ അത് പീസാക്കി അങ്ങോട്ട് കളഞ്ഞിട്ടാ. ഇനി ഇതേ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ അവിടെ നിന്ന് കായട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു പണി ചെയ്യാം. വെള്ളത്തിൽ ഞാൻ കുതിർത്താനായിട്ട് നേരത്തെ പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പുളിയിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്താണല്ലോ വെച്ചത്. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ച് വെക്കാം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് അറിയാമോ ആർക്കെങ്കിലും? നമ്മൾ ഈ ഒരു കറി വെക്കണതേ ഉള്ളിയോ സവാളയോ തക്കാളിയോ ഒന്നും ചേർക്കാതെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഉള്ളി സവാളയും തക്കാളിയും ചേർത്തില്ലെങ്കിൽ കറിക്ക് വല്ല കൊഴുപ്പ് ഉണ്ടാവുമെന്ന്. അപ്പോൾ ഈ കറിക്ക് നമുക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മസാലയൊക്കെ ഒന്ന് കുഴച്ച് വെക്കണമെങ്കിൽ കറി വെക്കുമ്പോൾ നല്ല കൊഴുപ്പുണ്ടാവും, അതേപോലെ തന്നെ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് കൊടുത്തിട്ടാണ്. നമ്മുടെ പാത്രത്തിൽ ചെറുതായിപ്പോയി, പോട്ടെ ഇനി കഴുകേണ്ട രണ്ടാമതെന്ന് ഓർത്തിട്ട് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചട്ടിയൊക്കെ അത് ഇവിടെ പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, എണ്ണ കാഞ്ഞിട്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിലേക്ക് കുറച്ച് ഉലുവ ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു തുടം വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില. ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലേക്ക് നന്നായിട്ട് വറുത്ത പോലെ കിട്ടണം കേട്ടോ ഈ ഒരു കറിക്ക്. എന്നാൽ മാത്രമേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞു കൊടുക്കണം. നന്നായിട്ട് വറുത്ത മുരിഞ്ഞ് ആയിക്കഴിഞ്ഞ ശേഷമാണ് നമ്മളിതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചേക്കണം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കറിക്ക് മുൻതൂക്കം നിൽക്കണമെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില മുരിഞ്ഞ മണമാണ് മുൻതൂക്കം നിൽക്കണത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അപ്പം ഞാൻ ഈ മസാല ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പോഴാണ് ഓർത്തത് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി അങ്ങോട്ട് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിക്കേണ്ട താമസമുള്ളല്ല, പണി എളുപ്പമാകലാന്ന് ഓർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഈ ഒരു മസാലയിലെ എണ്ണയൊക്കെ തെളിയണ വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ പലതരത്തിലും പല ടേസ്റ്റിലും പല രൂപത്തിലൊക്കെ ഉള്ള മീൻകറികൾ ഒരുപാട് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എല്ലാവരും 2 കൈ നീട്ടി സ്വീകരിക്കണ പോലെയാണ് ഇപ്പോഴും എൻ്റെ മീൻകറിയാണ് ഒരുപാട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്, വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നന്ദി കണ്ടിട്ട് എല്ലാവരോടും. നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. മൂത്ത് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ആദ്യമേ ഒഴിച്ചു കൊടുത്തു. കാരണം കുറേ അങ്ങോട്ട് വെള്ളം കോരി ഒഴിച്ചിട്ടൊന്നും കാര്യമില്ല, ഈ ഒരു കറിക്കൊക്കെ അല്ലേ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി എന്തോരം വെള്ളം വേണമെന്ന് വെച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ മീനൊക്കെ എന്തോരമൊക്കെ ആണെന്ന് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിളക്കാനായിട്ട് അനുവദിക്കാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചാറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് അറിയാമല്ലായിരിക്കും. മീൻ കഷ്ണമൊക്കെ ഓരോന്നോരോന്ന് അങ്ങോട്ട് പിറക്കി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഞാൻ അയിലക്കറിയും വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്ക് ആ 10 കൊടുത്തിട്ടുണ്ട്, ബാക്കി കുറച്ച് കറിയും കൂടി ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ആരോ പൊറോട്ടയ്ക്ക് മീൻകറിയും കൂട്ടി കഴിച്ച്, അതായത് ഈ കറിയാണ് മേടിച്ചതെന്ന് പറഞ്ഞിട്ടാ. അപ്പം എൻ്റെ അനിയത്തി വില പറഞ്ഞേ, പൊറോട്ടയുടെ മീൻകറിയുടെ വില പറഞ്ഞേ വില എത്രയായാലും ഞാൻ തരും, കാണുമെന്ന് വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റുള്ള മീൻകറിയാണ്, എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം അനിയത്തി വന്നിട്ട് ചിരിക്കണേണ്ട എന്നോട് അടുക്കളയിൽ വന്നിട്ടുണ്ടോ എന്താടി ഒന്നുമില്ല, താനും ഒന്നും കൂടി പൊന്തും, അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയാം ഞാൻ കേട്ട് അയാൾ പറയണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് മൂത്തതിൻ്റെ ആയിരുന്നു ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു ഈ ഒരു കറിക്ക് ഉണ്ടായിരുന്നത്. അതേപോലെ കണ്ട നമ്മൾ ഉള്ളിയോ തക്കാളിയോ അതേപോലെ സവാളയോ ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു മീൻകറി വെച്ചേക്കണത്. എത്ര ദിവസം വരെ വേണമെങ്കിലും ഈ ഒരു മീൻകറി കേടാകുകയും കൂടി ഇല്ല കേട്ടോ.
മീനൊക്കെ കിട്ടുമ്പോഴേ ഇങ്ങനെ ഒരു ദിവസം കറി വെക്കണം കേട്ടോ. കറി വെച്ചിട്ടേ ഞാനൊരു കാര്യം പറയാം. ഇത് പറ്റിച്ചങ്ങാടില്ലേ ചട്ടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കൂലേ, അരപ്പൊക്കെ കുറുകി നല്ലോണം. ആ ഒരു സമയത്ത് ഒന്നും കൂടി ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് താങ്ക് യു.